കണ്ണൂർ ടൗൺ എസ്.ഐ കർണപുടം അടിച്ചു തകർത്തു എന്ന് പരാതി. ടൗൺ സി.ഐ ശ്രീജിത്ത് കൊടേരിക്കെതിരെയാണ് പരാതി. 2017 ശ്രീജിത്ത് വളപട്ടണം എസ്.ഐ ആയിരിക്കെയാണ് സംഭവം. മർദ്ദനത്തിൽ 35% കേൾവി നഷ്ടപ്പെട്ടു എന്ന് പരാതിക്കാരൻ അഷറഫ് 24-നോട് പറഞ്ഞു. ലോക്കപ്പിൻ്റെ അടുത്ത റൂമിലിങ്ങനെ എന്നെ പിടിച്ചുകൊണ്ടുപോയ പോലീസ് ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇരുന്നുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ എസ് ഐ ശ്രീജിത്ത് കൊടേരി, അന്ന് വളപട്ടണത്തെ എസ് ഐ ആണ്, അയാൾ കയറി വന്ന് എൻ്റെ 2 കൈ കൊണ്ട് എൻ്റെ ചെവി 2 അടക്ക അടിച്ചു. അയാൾ അടിച്ചപ്പോൾ തന്നെ എനിക്ക് ചെവിയിൽ നിന്ന് മൂളിച്ചൊക്കെ ഒന്നുമില്ല, പ്രകോപനമില്ല, ഒന്നും സംസാരിക്കാതെ അടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സാറ് അടിക്കല്ല, എനിക്ക് നോമ്പുണ്ട്. അന്ന് നോമ്പാണ്, രണ്ടാമത്തെ ദിവസം നോമ്പുണ്ട്, സാറ് അടിക്കല്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾ എന്തൊക്കെയോ ചീത്തയൊക്കെ പറഞ്ഞ അയാൾ എന്നെ കുനിച്ച് വെച്ച് പുറത്തൊക്കെ അടിച്ചു, മുതുക്കത്തൊക്കെ അടിച്ചു. എന്നെ തൊയ്ക്കാൻ പോകുമ്പോൾ ഞാൻ കയറി കാല് പിടിച്ചിട്ട്. കണ്ണൂർ ടൗൺ എസ്.എച്ച്.ഒ ശ്രീജിത്തിനെതിരെയാണ് പരാതി ഉയർന്നു വന്നിരിക്കുന്നത്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. അരുൺ, എന്താണ് ഈ പരാതിയുമായി ബന്ധപ്പെട്ട് കൂടുതലായി പരാതിക്കാരൻ വിശദീകരിക്കുന്നത്? ഇതിൽ ഈ പരാതിയുമായി അദ്ദേഹം ഏതെങ്കിലും ഘട്ടത്തിൽ മുന്നോട്ട് പോയിരുന്നോ? ഇപ്പോഴീ ഈ പോലീസ് മർദ്ദനവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തുവരുന്ന പശ്ചാത്തലത്തിൽ, പ്രതിഷേധങ്ങൾ ശക്തമാവുന്ന പശ്ചാത്തലത്തിൽ ഇത് തുറന്നു പറയുന്നുവെന്നാണോ അദ്ദേഹം വിശദീകരിക്കുന്നത്? അരുൺ പൂപ്പറമ്പ. റീജിത്ത്, 2017 ജൂൺ 2-നാണ് ഈ പരാതിക്കാസ്പദമായിട്ടുള്ള സംഭവം ഉണ്ടായത്. അന്ന് ശ്രീജിത്ത് കൊടേരി വളപട്ടണം എസ് ഐ ആയിരുന്നു. ഇന്നിപ്പോൾ കണ്ണൂർ ടൗൺ എസ്.എച്ച്.ഒ ആണ്. ആ ഘട്ടത്തിൽ ഇപ്പോൾ ഈ പരാതി ഉന്നയിച്ചിട്ടുള്ള അഷറഫ്, നാറാത്ത് സ്വദേശിയായിട്ടുള്ള അഷറഫ് വാടകയ്ക്ക് ഒരു കാട്ടാമ്പള്ളിയിൽ, കണ്ണൂർ കാട്ടാമ്പള്ളിയിൽ ഒരു വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ടായിരുന്നു. ഈ വാടക നടത്തുന്ന വർക്ക്ഷോപ്പിനെ വാടകയുമായി ചൊല്ലി ഉടമയുമായി ഒരു തർക്കവും, അതിൽ ഈ അഷറഫിനെതിരെ ഉടമ ഒരു പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അഷറഫിനെ വർക്ക്ഷോപ്പിലെത്തി ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഈ വളപട്ടണം പോലീസ് സ്റ്റേഷനിലേക്ക് അഷറഫിനെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അതിനുശേഷം ആ പോലീസ് സ്റ്റേഷനിൽ എത്തിയതിനു ശേഷമായിരുന്നു ഈ മർദ്ദനം നടന്നതെന്നാണ് അഷറഫിൻ്റെ പരാതിയിൽ പറയുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അഷറഫിനെതിരെ ഒരു പരാതി മാത്രമാണ്, കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഈ മർദ്ദനത്തിന് ശേഷം അഷറഫിനോട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോയിക്കോളൂ എന്ന് പറഞ്ഞ് തിരിച്ചയക്കുന്നുമുണ്ട്. അവിടെ കേസ് രജിസ്റ്റർ ചെയ്തില്ല. യാതൊരു പ്രകോപനവുമില്ലാതെ ഈ പോലീസ് സ്റ്റേഷനിൽ എത്തിയതിനു ശേഷം ശ്രീജിത്ത് കൊടേരി ഈ വാടകയുടെ കാര്യം പറഞ്ഞ് ഈ ചെവിക്ക് 2 ചെവിയിലും കൈകൊണ്ട് അടിച്ചു. അതിനുശേഷം ക്രൂരമായിട്ടുള്ള മർദ്ദനം ഈ ലോക്കപ്പിന് സമീപത്ത് വെച്ച് ഉണ്ടായി എന്നതാണ് അഷറഫിൻ്റെ പരാതിയിൽ പറയുന്നത്. അഷറഫ് അന്ന് തന്നെ ആ ഘട്ടത്തിൽ തന്നെ ഇത് മുഖ്യമന്ത്രിക്കും DGPക്കും ജില്ലാ പോലീസ് മേധാവിക്കൊക്കെ പരാതി നൽകിയതാണ്. ആദ്യം അതിൽ നടപടിയൊന്നും ഉണ്ടായില്ല. പിന്നീട് കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിയെ അഷറഫ് സമീപിച്ചു. ഇത് കോടതി പരിശോധിച്ചതിന് ശേഷം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇതിൽ ശ്രീജിത്ത് കൊടേരിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യുകയും അതിൽ കേസ് നടക്കുകയും ചെയ്തത്. ഇപ്പോൾ ആ കേസ് വിചാരണ നടന്നു. കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ കേസിന്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. 35% കേൾവി ആ മർദ്ദനത്തിന് ശേഷം നഷ്ടമായി. കർണപുടം അടിച്ചു തകർത്തു എന്നതാണ് അഷറഫിന്റെ പരാതിയിൽ പറയുന്നത്. അതിന്റെ മെഡിക്കൽ രേഖകൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ ഈ കേസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അരുൺ പൂപ്പറമ്പയാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. ഈ പരാതിയിൽ ഇപ്പോൾ നിയമ നടപടികൾ, കോടതി വ്യവഹാരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.